നമസ്കാരം, തെറ്റിയിൽ ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, പലതരം ഇൻഡോർ പേപ്പർ പ്ലാന്റുകൾ നിർമ്മിക്കുന്ന രീതിയാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഇത്തവണ ഒരു ശംഖുപുഷ്പം ചെടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചെടിയുടെ ഇലകളാണ്. അതിനായി ഒരു ഗ്രീൻ കളറിലെ ക്രീപ്പ് പേപ്പർ എടുക്കുക. 2 അളവിലുള്ള ഇലകളാണ് നമുക്ക് ഒരു ബ്രാഞ്ചിന് വേണ്ടി വേണ്ടത്. അതിനായിട്ട് ഇതേ രീതിയിലൊന്ന് വെട്ടിയെടുക്കുക. ഒരു പീസ് എടുത്ത് 2ആയി മടക്കി അതിനെ ഇലയുടെ ഷേപ്പിൽ വെട്ടുക. ഇതുപോലെ 2 ഇലകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഈ ഇലകളുടെ അളവിലായിരിക്കണം ബാക്കിയുള്ള എല്ലാ ഇലകളും നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. ഇനിയൊരു വയറെടുക്കുക. അതിനകത്തുനിന്ന് നമുക്കൊരു നൂൽക്കമ്പി എടുക്കാം. ഈ നൂൽക്കമ്പിയെ നമ്മൾ ഈ ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കട്ടി നമുക്ക് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ 2ആക്കി മുറിക്കുകയാണ്. രണ്ട് വശത്തും ചേർത്തൊട്ടിച്ചിട്ട് ഒന്ന് പിരിച്ചെടുക്കുക. ഇതുപോലെ 7 കമ്പികൾ നമ്മൾ ചുറ്റിയെടുക്കണം. എന്നിട്ട് ഈ കമ്പിയെ നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരുന്ന പേപ്പറിലേക്ക് ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ 7 ഇലകൾ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തു. ഇനി ഇതിനെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒരു ഇലയുടെ മുകളിൽ ഇതുപോലെ 1/2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ അടുത്ത ഇല വെച്ച് കൊടുക്കുക. എന്നിട്ട് 3ാമത്തെ ഇല നമ്മൾ ആദ്യത്തെ ഇലയുടെ അതേ ലെവലിൽ തന്നെ വെക്കുക. അതിനുശേഷം 1/2 സെന്റിമീറ്റർ താഴെ മാറി ഒരു ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കുക. അടുത്തത് നമ്മളൊരു വലിയ ഇലയാണ് വെക്കുന്നത്. വലിയ ഇല ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 സെന്റിമീറ്റർ താഴെ മാറി ഗ്രീൻ ടേപ്പ് ചുറ്റുക. എന്നിട്ട് അതിന് ഓപ്പോസിറ്റ് സൈഡിൽ മറ്റേ വലിയ ഇലയും വെച്ച് കൊടുക്കുക. ഇനി അടുത്ത ലെയർ ചെറിയ 2 ഇലകളും വെച്ച് കൊടുക്കാം. 2 വലുതും 5 ചെറുതുമാണ് ഒരു ബ്രാഞ്ചിലുള്ളത്. അതിനുശേഷം നമ്മുടെ ഇലയെ ഒന്ന് വിടർത്തിയെടുക്കാം. നമ്മുടെ ഒരു ബ്രാഞ്ച് ഇല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കളർ ചെയ്യാം. ഇതുപോലെ ഇരുവശങ്ങളിലും കളർ ചെയ്തെടുക്കുക. അടുത്തത് നമുക്ക് പൂക്കൾ ഉണ്ടാക്കാൻ പഠിക്കാം. ആദ്യമായി 2 കാർഡ് പേപ്പറുകൾ എടുക്കുക. നമുക്കിത് ഷേപ്പിന് വേണ്ടിയാണ് ഈ പേപ്പർ ഉപയോഗിക്കുന്നത്. അതിലൊരെണ്ണത്തിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇതേ മെഷർമെൻറ്റിലൊക്കെ തന്നെ വരയ്ക്കണം. എന്നാലേ കറക്റ്റ് നിങ്ങൾക്ക് പൂവ് കിട്ടത്തുള്ളൂ. നമ്മളൊരു പേപ്പറിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് വെട്ടിയെടുത്തിട്ട് മറ്റേ പേപ്പറിൽ ഇതുപോലെ തന്നെ അതിൻ്റെ വരച്ചെടുത്തിട്ട് അതൊന്ന് വെട്ടിയെടുക്കുക. അങ്ങനെ നമുക്ക് 2 ഷേപ്പുകൾ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് വേറൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് വെട്ടിയെടുക്കുക. ഇങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് 2 ഷേപ്പുകൾ കിട്ടും. ഇത് വെച്ചിട്ടായിരിക്കും ഇതളുകൾ ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഒരു വെള്ള ക്രീപ്പ് പേപ്പർ എടുക്കുക. ഈ പേപ്പറിനെ നമ്മൾ 7.5 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ പീസുകളാക്കണം. എന്നിട്ട് അതിനെ ഒരു
ഡയഗണൽ നമ്മൾ വരച്ചു കൊടുക്കുക. ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് ഇതിനെ രണ്ടായിട്ട് മുറിച്ച് തിരിച്ചൊട്ടിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. നന്നായി ഒട്ടിക്കഴിയുമ്പോൾ ഈ പേപ്പറിനെ ഒന്ന് മടക്കി വെച്ച് ആദ്യം നമ്മൾ ചെയ്ത ആ ഷേപ്പിൽ ഇതിനെ ഒന്ന് വെട്ടിയെടുക്കുക. അതിനായിട്ട് ഈ പേപ്പറിൻ്റെ മുകളിൽ ഇതിനെ ഒന്ന് വെച്ച് ഒന്ന് വരച്ചെടുക്കണം. രണ്ട് സൈഡിലും വരച്ചിട്ട് നമ്മൾ അതിനെ ഇതളിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തു. നിങ്ങൾക്ക് എത്ര പൂക്കൾ ഉണ്ടാക്കണം അത്രയും ഇതളുകൾ നിങ്ങൾ വെട്ടിയെടുക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ഷേപ്പ് വെച്ചിട്ട് ഈ ഇതളിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇങ്ങനെ രണ്ട് വശത്തും എടുത്തു വെച്ച് കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക. ഇങ്ങനെ രണ്ട് വശങ്ങളിലും വരച്ചെടുക്കുക. ഇങ്ങനെ വരയ്ക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലായിക്കോളും. നമ്മൾ പെയിൻറ് ചെയ്യുമ്പം നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പൂവിൻ്റെ ചെറിയൊരു ഇതളാണ്. അതിൻ്റെ അടയാളത്തിന് വേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, പൂവിൻ്റെ നടുക്ക് വരച്ചിരുന്ന ആ പേപ്പറിനെ നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. ഇത് നമുക്ക് ഈ ഒരു അളവ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ വെട്ടിയെടുക്കുന്നത്. ഇനി ഈ പീസിനെ നമ്മൾ വേറൊരു പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് നമ്മളൊരു ചെറിയ ഇതള് രൂപത്തിൽ ഒന്ന് വരച്ചെടുക്കണം. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിനെ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെറിയ ഇതളിനെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു വെള്ള ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ച് ഒന്ന് വെട്ടിയെടുക്കുക. രണ്ട് ഇതളുകൾ നമ്മൾ ഇതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിനെ ഒന്ന് പെയിൻറ് ചെയ്ത് നോക്കാം. അതിനായി നമുക്ക് വേണ്ടത് നീല കളർ അക്രിലിക് പെയിൻ്റാണ്. ഫാബ്രിക് പെയിൻറ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ ക്രീപ്പ് പേപ്പറിനൊരു ചുളുക്കുള്ളതുകൊണ്ട് ആ ചുളുക്കിന് നേരെ തന്നെ നമ്മൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് വിട്ടുപോകത്തൊന്നുമില്ല, വെള്ളയായിട്ട് കിടക്കില്ല. നമ്മളിത് മുഴുവൻ നീല അടിച്ചു കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ഒരു സ്റ്റെൻസിലൊക്കെ വെച്ച് മാർക്ക് ചെയ്തില്ലേ, അതനുസരിച്ച് തന്നെ വേണം ഇത് പെയിൻറ് ചെയ്യാൻ. ഇതുപോലെ ഇരുവശങ്ങളിലും പെയിൻറ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതള് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ഇതളിനെയും ഇതുപോലെ തന്നെ പെയിൻറ് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡിൽ മാത്രം പെയിൻറ് പറ്റിയാൽ മതി, ഉള്ളിലോട്ടൊന്നും പെയിൻറ് ആകാതെ നോക്കുക. ഇനി നമുക്ക് വലിയ ഇതളിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ വൈറ്റ് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു പോയിന്റ് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ ഇതളിൻ്റെ മറുവശത്തും ഇതുപോലെ തന്നെ വരയ്ക്കുക. ഇത് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നാര് പോലെ ആയിരിക്കണം വരയ്ക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ ഇതളിൻ്റെ പുറകുവശവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു പച്ച ക്രയോണോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുക. ഇതളിൻ്റെ ഷേപ്പിലായി വരും. കട്ടിയില്ലാത്ത പേപ്പർ ആണെങ്കിൽ നിങ്ങൾ 2 പേപ്പർ വെക്കുക. അതിൻ്റെ നടുവിലൊരു കമ്പിയും കൂടെ വെച്ച് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾക്കൊരു പൂവായിട്ട് മാറ്റാം. ആദ്യം നമ്മളൊരു കമ്പിയിൽ പച്ച പേപ്പർ ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വെട്ടിവെച്ചിരുന്ന 2 ഇതളുകളും വേണം. എന്നിട്ട് ഇതുപോലൊരു മുത്തും വേണം. ഈ ഒരു അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഈ ഒരു പേപ്പർ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം. ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. ആദ്യമായി ഈ കമ്പിയെ നമുക്ക് ഇത്രയുമുള്ള ഒരു വെള്ള പേപ്പർ വെച്ചൊന്ന് ചുറ്റിക്കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പേപ്പർ ചുറ്റുമ്പം നമ്മൾ ഒട്ടിക്കുന്ന പൂവ് ഈ കമ്പിയിൽ നിന്നൊന്നും ഇളകിപ്പോകില്ല. അതിനുവേണ്ടിയാണ് പേപ്പർ ഇങ്ങനെ ചുറ്റുന്നത്. ഈ പേപ്പറിനെ നമ്മളൊരു വിത്തിൻ്റെ ഷേപ്പിലായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കാം.
അതിനുശേഷം ഇതുപോലെ ഈ പേപ്പറിലോട്ട് ഒട്ടിക്കണം. ഇനി ഈ പേപ്പറിൻ്റെ ഇരുവശങ്ങളിലും പശ തേച്ചിട്ട് വിത്തുമായിട്ടൊന്ന് ചേർന്നിരിക്കാൻ വേണ്ടി ഒട്ടിക്കുക. ഇനി ഈ ഇതളിൽ കുറച്ച് പശ തേച്ചിട്ട് നമുക്ക് ആ കമ്പി ഒട്ടിച്ചെടുക്കാം. ഈ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. ഈ ഇതൾ തിരിഞ്ഞു പോകാൻ പാടില്ല. പൂവിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഈ പൂവ് നന്നായി ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു മുത്ത് ഇതിനകത്തോട്ടൊന്ന് കയറ്റി കൊടുക്കുക. ഇനി ഈ പച്ച പേപ്പറിനെ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് നമുക്ക് ഈ പൂവിൻ്റെ താഴെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ എങ്ങനെ വെട്ടിയെടുക്കാമെന്ന് ഞാനൊരു പിക്ചർ ഇട്ടിട്ടുണ്ട്. അത് നോക്കി തന്നെ വെട്ടിയെടുക്കുക. ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് പേപ്പർ വെട്ടിയെടുക്കാം. ഇനി ഇത് ഒട്ടിക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഭാഗം പൂവിൻ്റെ നടുക്കായിട്ട് തന്നെ ഒട്ടിക്കുക. ഇനി ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക. ഇതുപോലെ ഈ പൂവിൻ്റെ ഇരുവശങ്ങളിലും ഇതൊന്ന് ഒട്ടിക്കുക. ഈ പൂവിൻ്റെ ഓരോ ഭാഗത്തെയും മെഷർമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കി നമുക്കൊരു ചെടിയാക്കി മാറ്റാം. നമ്മൾ നേരത്തെ തന്നെ ഇല ഉണ്ടാക്കുന്നത് പഠിച്ചു. ഇനി നമുക്കൊരു ബ്രാഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ബ്രാഞ്ചിൻ്റെ അറ്റത്ത് വരുന്ന തളിരിലകൾ നമ്മൾ വെട്ടിയെടുക്കണം. ഇതുപോലെ ഒരു പീസ് പേപ്പർ എടുത്തിട്ട് വെട്ടിയെടുക്കുക. ഇനി ഈ പേപ്പറിനെ നമ്മൾ ഈ വയറിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതേ രീതിയിലുള്ള 7 പീസസ് നമ്മൾ മുറിച്ചെടുക്കുക. ചെറിയ ഇലകൾക്ക് വേണ്ടിയുള്ളതാണിത്. ഇതേ രീതിയിൽ തന്നെ വെട്ടിയെടുക്കുക. എന്നിട്ടൊരു നൂൽക്കമ്പിയിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടുണ്ട്. അതിലേക്കായിരിക്കും ഈ പീസസ് എല്ലാം നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. ഒരു ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം ഇലകളും പൂക്കളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ അനേകം ചില്ലകൾ ഉണ്ടാക്കി നമുക്കൊരു ചെടിയാക്കി മാറ്റാം. എന്നിട്ട് നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാനായിട്ട് നമുക്കിതിനെ സെറ്റ് ചെയ്യാം. ഒരു പോട്ടിലോ മറ്റോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഉറപ്പായി നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.